ഹലോ, എല്ലാവർക്കും എൻ്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ ഉണ്ടാക്കുന്നത് കോക്കനട്ട് കേക്ക്. നല്ല സോഫ്റ്റ് ആൻഡ് ഡിലീഷ്യസ് കോക്കനട്ട് കേക്ക് നമുക്ക് വളരെ ഈസി ആയിട്ട് ഉണ്ടാക്കിയെടുക്കാം. അപ്പോൾ അതിനായിട്ട് ഞാനിവിടെ ഒരു 8 ഇഞ്ചിൻ്റെ സ്ക്വയർ ടിന്നാണ് എടുത്തിരിക്കുന്നത്. പിന്നെ അതിനകത്തോട്ട് പാർച്ച്മെൻറ്റ് പേപ്പറും കൂടെ ഇടുന്നുണ്ട്. പാർച്ച്മെൻറ്റ് പേപ്പറിന് പകരം നമുക്ക് ഇച്ചിരി ബട്ടർ വരട്ടിയിട്ട് പൊടി തട്ടി വെച്ചാലും മതി. എന്നിട്ട് പിന്നെ ഞാനിവിടെ 250 ml ഒരു കപ്പാണ് എടുത്തിരിക്കുന്നത്. അതിലേക്ക് നമുക്ക് 1 കപ്പ് മൈദ എടുക്കാം. മൈദ എടുക്കുമ്പോൾ നന്നായിട്ടൊന്ന് പാത്രത്തിലിരിക്കുന്ന മൈദ നന്നായിട്ടൊന്ന് ഇളക്കി കൊടുത്തിട്ട് സ്പൂൺ വെച്ച് കോരി കപ്പിലോട്ടിടണം. എന്നിട്ട് മേൽഭാഗത്തുള്ളത് അങ്ങ് വടിച്ച് കളയണം. അപ്പം നമുക്ക് കറക്റ്റ് മെഷർമെൻറ്റായിട്ട് എടുക്കാൻ പറ്റും. അപ്പോൾ ഇതൊരു 140 ഗ്രാംസ് മൈദ ഉണ്ട്. അത് നമുക്ക് അളന്ന് മാറ്റി വെക്കാം. ഇനിയിപ്പം ഞാനിവിടെ ഡെസിക്കേറ്റഡ് കോക്കനട്ടാണ് യൂസ് ചെയ്യുന്നത്. അതും 1 കപ്പ് ഡെസിക്കേറ്റഡ് കോക്കനട്ട് കുത്തി നിറയ്ക്കാതെ നല്ല സോഫ്റ്റായിട്ട് അങ്ങ് നിറച്ച് മേൽവശം അങ്ങനെ ഒന്ന് സ്ക്രേപ്പ് ചെയ്ത് കൊടുത്താൽ മതി. അപ്പോൾ ഡെസിക്കേറ്റഡ് കോക്കനട്ട് ഇല്ലെങ്കിൽ നമുക്ക് സാധാരണ നമ്മൾ തേങ്ങ തിരുമ്മിയെടുക്കാം. നല്ല പൊടിയായിട്ട് തിരുമ്മിയിട്ട് ചെറിയ ചൂടിലൊന്ന് വറക്കണം. ആ വെള്ളമൊക്കെ ഒന്ന് വറ്റുന്നവരെ ഒന്ന് ചെറുതായിട്ടൊന്ന് ചൂടാക്കി കൊടുക്കാം. അങ്ങനെ തേങ്ങ ഉപയോഗിച്ചാലും മതി. ഇനിയിപ്പം നമുക്ക് 1/4 കപ്പ് പഞ്ചസാര എടുക്കാം. എല്ലാം ഈ 250 ml കപ്പിൻ്റെ മെഷർമെൻറ്റാണ് ഞാൻ എടുക്കുന്നത്. 1/4 കപ്പ് പഞ്ചസാര ഏകദേശം 155 ഗ്രാംസ് ഉണ്ടായിരുന്നു. പിന്നെ ഡെസിക്കേറ്റഡ് കോക്കനട്ട് 60 ഗ്രാംസ് ഉണ്ടായിരുന്നു. ഞാൻ ഇതിൻ്റെ മെഷർമെൻറ്റ് ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കാം. അപ്പോൾ പഞ്ചസാര നമുക്ക് പൊടിച്ചെടുക്കണം. അങ്ങനെ പഞ്ചസാരയും കൂടെ പൊടിച്ച് മാറ്റി വെക്കാം. എന്നിട്ട് ഇനി നമുക്ക് ഈ അളന്ന് വെച്ചിരിക്കുന്ന മൈദയ്ക്കകത്തോട്ട് 1 ടീസ്പൂൺ ബേക്കിംഗ് പൗഡർ ഇടാം. പിന്നെ 1/4 ടീസ്പൂൺ ബേക്കിംഗ് സോഡയും കൂടെ ചേർത്ത് കൊടുക്കാം. എന്നിട്ട് ഒന്നുകിൽ 2-3 പ്രാവശ്യം ഇടഞ്ഞെടുക്കാം, അല്ലെങ്കിൽ ഒരു വിസ്ക് കൊണ്ട് നന്നായിട്ടൊന്നങ്ങ് മിക്സ് ചെയ്ത് മാറ്റി വെക്കാം. നമ്മുടെ ബേക്കിംഗ് സോഡയും ബേക്കിംഗ് പൗഡറും നന്നായിട്ട് പൊടിയിൽ മിക്സ് ആവണം. എന്നിട്ട് ഇനി ഇപ്പം നമുക്കൊരു 100 ഗ്രാംസ് സോഫ്റ്റ് ബട്ടർ എടുക്കാം. ഞാനിപ്പം 100 ഗ്രാംസ് ഇപ്പം 130 ഗ്രാം ഉണ്ടായിരുന്നു. അപ്പോൾ അത് കുറച്ചങ്ങ് മാറ്റിയെടുക്കുക. ഇനി ഇതിലേക്ക് നമുക്ക് 4 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണയും കൂടെ ചേർക്കാം. അല്ലെങ്കിൽ വേറെ ഏതെണ്ണ ചേർത്താലും മതി. ഞാനിപ്പം വെളിച്ചെണ്ണയാണ് ചേർക്കുന്നത്. നമ്മളിപ്പോൾ കോക്കനട്ട് കേക്ക് അല്ലേ ഉണ്ടാക്കുന്നത്, അപ്പം വെളിച്ചെണ്ണ ചേർത്താൽ നല്ല ടേസ്റ്റാണ്. പിന്നെ ഞാനിവിടെ കോക്കനട്ട് മിൽക്ക് എടുത്തിട്ടുണ്ട്, നമുക്ക് വാങ്ങിക്കാൻ കിട്ടുന്നത്. അപ്പോൾ അതൊരു 1/4 കപ്പ് മെഷർ ചെയ്ത് വെക്കുന്നുണ്ട്. അപ്പോൾ കോക്കനട്ട് മിൽക്ക് ഒന്നുകിൽ കോക്കനട്ട് മിൽക്ക് വാങ്ങിക്കുന്നത് യൂസ് ചെയ്യാം, അല്ലെങ്കിൽ ഫ്രഷ് ആയിട്ട് നല്ല കട്ടിയുള്ള തേങ്ങാപ്പാൽ എടുക്കാൻ പറ്റുകയാണെങ്കിൽ അത് ചെയ്യാം, അല്ലെങ്കിൽ പിന്നെ പാലൊഴിച്ചാലും മതി. ഇനിയിപ്പം നമുക്കിതൊന്ന് ബട്ടർ ഒന്ന് നന്നായിട്ട് ബീറ്റ് ചെയ്ത് കൊടുക്കാം. ഒന്ന് നന്നായിട്ട് സോഫ്റ്റായി വരുമ്പം പൊടിച്ചു വെച്ചിരിക്കുന്ന പഞ്ചസാരയും കൂടെ ചേർത്ത് നന്നായിട്ട് ബീറ്റ് ചെയ്തെടുക്കാം. ഇപ്പോൾ ഹാൻഡ് മിക്സർ ഇല്ലെങ്കിൽ നമ്മളെങ്ങനെ സാധാരണ കേക്ക് ഉണ്ടാക്കുന്നത് നമ്മുടെ വിസ്ക് ഉപയോഗിച്ച് അടിച്ചാൽ മതി, അല്ലെങ്കിൽ ഒരു തടി സ്പൂൺ ഇട്ട് നന്നായിട്ട് ബീറ്റ് ചെയ്ത് കൊടുത്താൽ മതി. ഇനിയിപ്പോൾ അതിൻ്റെ സൈഡൊക്കെ ഒന്ന് സ്ക്രേപ്പ് ചെയ്ത് മാറ്റിയിട്ട് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇനിയിപ്പോൾ ഞാനിവിടെ 3 മുട്ട ചേർത്തിട്ടുണ്ട്. അപ്പോൾ ഇത് നല്ല ബട്ടറും പഞ്ചസാരയും നന്നായിട്ട് ഫ്ലഫി ആയിട്ട് വന്നു കഴിയുമ്പോഴത്തേക്ക് നമുക്ക് ഈ മുട്ട പൊട്ടിച്ച് വെച്ചിരിക്കുന്നത് ഓരോന്നായിട്ട് ചേർത്ത് കൊടുക്കാം. അപ്പോൾ ആദ്യം ഒരു മുട്ട ചേർത്തിട്ടുണ്ട്. എന്നിട്ട് അതിലേക്ക് നമുക്ക് 2 ടീസ്പൂൺ
വാനില എസൻസ് ഒഴിച്ചു കൊടുക്കാം. എന്നിട്ടൊരു 1/4 ടീസ്പൂൺ ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കാം. എന്നിട്ട് നന്നായിട്ടൊന്ന് ബീറ്റ് ചെയ്യാം. നമ്മൾ മുട്ട ചേർക്കുമ്പോൾ നമ്മൾ ഏറ്റവും ഹൈ സ്പീഡിൽ തന്നെ ഇട്ടങ്ങ് പെട്ടെന്ന് ബീറ്റ് ചെയ്തെടുക്കണം. അല്ലെങ്കിൽ ചിലപ്പം ഇതൊന്ന് പിരിയുന്ന പോലെ വരാൻ സാധ്യതയുണ്ട്. എന്നാലും കുഴപ്പമില്ല. അങ്ങനെ വന്നാൽ 1 സ്പൂൺ പൊടി ഇട്ടാൽ മതി. ബാക്കി 2 മുട്ടയും ഇതുപോലെ ഓരോന്നായിട്ട് ചേർത്ത് നന്നായിട്ട് ബീറ്റ് ചെയ്ത് കൊടുക്കാം. മുട്ട ചേർത്ത് അടിച്ചു കഴിഞ്ഞിട്ട് ഇനിയിപ്പോൾ നമുക്ക് പൊടി ചേർക്കണം. പൊടി ചേർക്കുമ്പോൾ ഒന്നിൽ ഒരു വിസ്ക് ഉപയോഗിച്ച് പതുക്കെ മിക്സ് ചെയ്ത് കൊടുക്കാം, അല്ലെങ്കിൽ ഒരു സ്പാറ്റുല ഉപയോഗിച്ചാലും മതി. ഇനിയിപ്പോൾ നമ്മുടെ കേക്ക് മിക്സിയുടെ ഉപയോഗം കഴിഞ്ഞു. അപ്പോൾ അതങ്ങ് മാറ്റി വെക്കുക. എന്നിട്ട് പിന്നെ നമുക്ക് പൊടി ചേർത്ത് കൊടുക്കാം. അപ്പോൾ പൊടി ചേർക്കുമ്പോൾ നമുക്കൊരു അരിപ്പയിൽ അങ്ങ് ഇടഞ്ഞ് ഒന്നങ്ങ് ചേർത്തേക്കാം. അപ്പോൾ ഇച്ചിരി നന്നായിട്ടൊന്ന് പൊടി ഫ്ലഫ് അപ്പ് ചെയ്ത് ചേർക്കാം. എന്നിട്ട് നമുക്ക് ഇങ്ങനെ സ്ലോ ആയിട്ട് അതൊന്ന് ഫോൾഡ് ഇൻ ചെയ്ത് കൊടുക്കാം. ഒന്നിലൊരു വിസ്ക അല്ലെങ്കിൽ സ്പാറ്റുല യൂസ് ചെയ്താലും മതി. എന്നിട്ട് പിന്നെ നമ്മൾ എടുത്തു വെച്ചിരിക്കുന്ന തേങ്ങാപ്പാൽ 2 ഭാഗമായിട്ട് ചേർത്ത് കൊടുക്കുക. അപ്പോൾ ആദ്യത്തെ പകുതി ഒഴിച്ചു. ഇനിയിപ്പം നമുക്കതൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. എന്നിട്ട് പിന്നെ ബാക്കിയുള്ള പൊടിയും കൂടെ ചേർത്ത് കൊടുക്കാം. സാധാരണ നമ്മൾ പൊടി ചേർക്കുമ്പോൾ എപ്പോഴും ആദ്യം പൊടി ചേർക്കുക, പിന്നെ എടുത്തു വെച്ചിരിക്കുന്ന പാലോ പഞ്ചസാര കരിച്ചതോ എന്താന്ന് വെച്ചാൽ അത് ചേർക്കുക, പിന്നെ പൊടി ചേർക്കുക, പിന്നെ പാല് ചേർക്കുക, പിന്നെ പൊടി ചേർത്ത് അവസാനിപ്പിക്കുക. അങ്ങനെ വേണം നമ്മൾ കേക്ക് ഉണ്ടാക്കുമ്പം പൊടി മിക്സ് ചെയ്യാൻ. അല്ലെങ്കിൽ ഈ പാലൊക്കെ അവസാനം എടുത്ത് ഒഴിച്ച് ഇളക്കാനൊന്നും വെയിറ്റ് ചെയ്യണ്ട. ഈ പൊടിയും പാലും ഇങ്ങനെ ഇടവിട്ട് ചേർത്ത് കൊടുക്കണം. പൊടി വെച്ച് തുടങ്ങിയിട്ട് പൊടി വെച്ച് അവസാനിപ്പിക്കണം. ഇനിയിപ്പം നമ്മൾ ബാക്കി ഉണ്ടായിരുന്ന പാലും ചേർത്തു. ഇനി ബാക്കിയുള്ള എടുത്തു വെച്ചിരിക്കുന്ന തേങ്ങ ഡെസിക്കേറ്റഡ് കോക്കനട്ടും കൂടെ ചേർത്ത് നന്നായിട്ടൊന്ന് ഫോൾഡ് ഇൻ ചെയ്ത് കൊടുക്കാം. അങ്ങനെ നമ്മുടെ ബാറ്റർ റെഡി ആയിട്ടുണ്ട്. എവിടെയും പൊടിയൊന്നും ബാക്കി കിടക്കാത്ത പോലെ നന്നായിട്ട് അങ്ങ് മിക്സ് ചെയ്ത് കൊടുക്കണം. എന്നിട്ട് പിന്നെ ബാറ്ററിൻ്റെ ഒരു കൺസിസ്റ്റൻസി എന്ന് പറഞ്ഞാൽ നമ്മൾ ആ ബാറ്റർ ഇങ്ങനെ ഒന്ന് മുകളിലോട്ട് എടുത്തിട്ട് താഴോട്ട് ഡ്രോപ്പ് ചെയ്യുമ്പോൾ ഇങ്ങനെ ഒന്ന് വീഴുന്ന പോലുള്ള ഒരു കൺസിസ്റ്റൻസി, ഒഴുകുന്ന പോലുള്ള കൺസിസ്റ്റൻസി അല്ല, ഇങ്ങനെ വീഴുന്ന പോലുള്ളൊരു കൺസിസ്റ്റൻസിയിൽ വേണം നമ്മുടെ ബാറ്റർ റെഡിയാക്കി എടുക്കാൻ. ഇനിയിപ്പം നമുക്ക് ഇത് പ്രിപ്പയർ ചെയ്ത് വെച്ചിരിക്കുന്ന കേക്ക് ടിന്നിലോട്ട് ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ ഓവൻ 180 ഡിഗ്രിയിൽ ചൂടാവാനായിട്ട് വെച്ചിട്ടുണ്ട്. അല്ല നമ്മൾ സ്റ്റവ് ടോപ്പിൽ ഉണ്ടാക്കുകയാണെങ്കിൽ ഒരു നല്ല വലിപ്പമുള്ള ഒരു പാത്രത്തിൽ ഉപ്പിട്ട് തന്നെ വേണം ചൂടാക്കാനായിട്ട്. ഉപ്പിട്ട് ചൂടാക്കിയിട്ട് 10 മിനിറ്റ് ചൂടാക്കിയിട്ട് നമുക്കിത് അങ്ങ് അതിനകത്ത് വെച്ച് അങ്ങ് ബേക്ക് ചെയ്താൽ മതി. എനിക്കിതിപ്പോൾ ഒരു 30 മിനിറ്റോളം എടുത്തു 40 മിനിറ്റോളം എടുത്തു ബേക്ക് ആവാനായിട്ട്. അത് പിന്നെ ഓരോ ഓവൻ്റെ അനുസരിച്ച് ടൈമൊക്കെ കുറച്ച് അങ്ങോട്ടും ഇങ്ങോട്ടും മാറിയിരിക്കും. ഇനിയിപ്പം നമുക്ക് ഈ ബാറ്റർ ഒന്ന് നന്നായിട്ടൊന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം. എന്നിട്ട് പിന്നെ ഒന്ന് ടാപ്പ് ചെയ്യുന്നത് നന്നായിരിക്കും. അങ്ങാണ്ടും എയർ ബബിൾസ് വല്ലതും ഉണ്ടെങ്കിലും അതങ്ങ് പോയി കിട്ടും. ഇനിയിപ്പം നമുക്കിത് ബേക്ക് ചെയ്യാനായിട്ട് വെക്കാം. നല്ല ഈസി റെസിപ്പി അല്ലേ? അപ്പം എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം. നമുക്ക് എളുപ്പത്തിൽ ഉണ്ടാക്കി കൊടുക്കാം. അപ്പം കുട്ടികൾക്കൊക്കെ വളരെ ഇഷ്ടപ്പെടും. അങ്ങനെ കേക്ക് റെഡി ആയിട്ടുണ്ട്. ഏകദേശം ഒരു 40 മിനിറ്റ് എടുത്തായിരുന്നു. അപ്പോൾ എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. അപ്പോൾ കേക്ക് നമ്മൾ ചെറുതായിട്ടൊരു 10 മിനിറ്റ് ഒന്ന് തണുക്കാൻ വെച്ചിട്ട് വേണം എടുക്കാനായിട്ട്.
ഇപ്പം നല്ല സോഫ്റ്റായിട്ട് നല്ല സൂപ്പർ ഡിലീഷ്യസ് കേക്ക് കേട്ടോ. നല്ല അടിപൊളി സോഫ്റ്റ്, ഇവിടെ എല്ലാവർക്കും നന്നായിട്ട് ഇഷ്ടപ്പെട്ടു. മോനാണെങ്കിൽ പറഞ്ഞ് ഫ്രണ്ട്സിനൊക്കെ കൊടുക്കാൻ കൊണ്ടുപോകണം എന്നൊക്കെ പറഞ്ഞ് ഇന്ന് സ്നാക്ക് ബോക്സിലൊക്കെ വെച്ചുകൊണ്ട് പോയിട്ടുണ്ട്. അപ്പോൾ എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാൻ മറന്നു പോകരുത്. പിന്നെ ഈ വീഡിയോയെ പറ്റിയുള്ള നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും ഒക്കെ ഒന്ന് കമൻറ്റിൽ അറിയിക്കണേ. താങ്ക് യു so much for watching. See you all with a new video. Bye.